ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ കാരുണ്യം ആവോളം അനുഭവിച്ചറിയുവാൻ ദൈവം നമ്മൾക്ക് ഇടവരുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ കാണുക വിശുദ്ധ ലൂക്കാസ് സുവിശേഷകൻ്റെ 13-ാം അധ്യായം 11 മുതലുള്ള തിരുവചനത്തിലൂടെയാണ്. ഈശോ സാബത്തിൽ സിനഗോഗിൽ പഠിപ്പിക്കുകയായിരുന്നു. അവിടെ ഇപ്രകാരമാണ് പറയുക: ഒരു സാബത്തിൽ ഒരു സിനഗോഗിൽ അവൻ പഠിപ്പിക്കുകയായിരുന്നു. അവിടെ 18 വർഷമായി ആത്മാവ് ബാധിച്ച രോഗിണിയായ, നിവർന്നു നിൽക്കുവാൻ സാധിക്കാത്ത ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. അവൻ അവളെ കണ്ടപ്പോൾ അടുത്ത് വിളിച്ച് പറഞ്ഞു: സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിക്കപ്പെട്ടിരിക്കുന്നു. ഈശോ അവളുടെ മേൽ കൈകൾ വെച്ചപ്പോൾ തൽക്ഷണം അവൾ നിവർന്നു നിന്നു. അവൾ ദൈവത്തെ സ്തുതിച്ചു. പ്രിയ സഹോദരങ്ങളെ, ഈശോയുടെ സാന്നിധ്യം എപ്പോഴും സൗഖ്യം നൽകുന്നതാണ്. ചില രോഗങ്ങൾ ചില ആത്മാവിൻ്റെ പ്രവർത്തനം മൂലം നമ്മളിൽ ഉണ്ടാകുമെന്ന് ഈശോ കാണിച്ചു തരികയാണ്. ചില രോഗങ്ങൾക്ക് എത്ര മരുന്ന് കഴിച്ചാലും യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. ചില തിന്മയുടെ പ്രവൃത്തികൾ, ചില ആത്മാവ് ബാധിച്ചാൽ നമ്മൾ എന്നും രോഗിയായി മാറും. 18 വർഷമായി നിവർന്നു നിൽക്കാൻ സാധിക്കാതെ കൂനിപ്പോയ ആ സ്ത്രീയെ ഈശോ കണ്ടപ്പോൾ അവളെ അടുത്ത് വിളിച്ച് അവളോട് പറഞ്ഞു: നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിക്കപ്പെട്ടിരിക്കുന്നു. അതെ, ഈശോ നമ്മുടെ രോഗങ്ങൾ മോചിപ്പിക്കും. സാധാരണ ഞാൻ ചില വ്യക്തികൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അവർക്ക് ദേവാലയത്തിൽ പോകാൻ നേരത്ത് അവർക്ക് വല്ലാത്ത അസ്വസ്ഥതയാണ്. പോകണമെന്ന് വിചാരിക്കും, പോകാൻ നേരത്ത് പോകാൻ പറ്റില്ല. അവർക്ക് ഉദരസംബന്ധമായ വേദന ഉണ്ടാകും, അല്ലെങ്കിൽ അവർക്ക് മൂത്രശങ്കയുണ്ടാകും, എപ്പോഴും ടോയ്ലറ്റിൽ പോകണമെന്ന് ഒരു ചിന്ത. ഇതെല്ലാം ഒരുപക്ഷെ നമ്മളിൽ പ്രവർത്തിക്കുന്ന ആത്മാവിൻ്റെ ഫലമായിരിക്കാം. ഏത് ആത്മാവാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. തിന്മയുടെ അരുവിയാണ് നമ്മളെ രോഗത്തിലേക്ക് നയിക്കുന്നത്. ഇവിടെ നമ്മൾ കണ്ടല്ലോ, 18 വർഷമായി രോഗിയായ, നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത സ്ത്രീ. ഈശോയോട് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. നമ്മളിൽ ഇതുപോലെ ചില അസ്വസ്ഥതകൾ ഉള്ളെടുക്കുന്നുണ്ടെങ്കിൽ, ചില രോഗം നമ്മളിൽ പിടിപെട്ടിട്ടുണ്ടെങ്കിൽ, ഈശോയെ, നീ ആത്മാവിനെ എന്നിൽ നിന്ന് പുറത്താക്കി എന്നെ പൂർണ്ണമായും സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. സ്നേഹനാഥനെ ഈശോയെ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളുടെ ഹൃദയം ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അസ്വസ്ഥതകളും ഞങ്ങളുടെ രോഗങ്ങളും നീ നീക്കിക്കളഞ്ഞ് ഞങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നീ നയിക്കണമേ. ഈശോ ആ സ്ത്രീയോട് പറഞ്ഞതുപോലെ നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിക്കപ്പെട്ടിരിക്കുന്നു. അവൻ അവളുടെ മേൽ കൈകൾ വെച്ചു. തൽക്ഷണം അവൾ നിവർന്നു നിൽക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. ദൈവമേ, ഞങ്ങളുടെ രോഗങ്ങളെ പൂർണ്ണമായും നീക്കിക്കളഞ്ഞ് അങ്ങേ സ്തുതിക്കുവാനും അങ്ങേ ആരാധിക്കുവാനും അങ്ങേ മഹത്വപ്പെടുത്തുവാനും കർത്താവേ നീ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഇന്നും ഞങ്ങളുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. കർത്താവേ, ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അനേക രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. സർവ്വ തിന്മയുടെ ആത്മാവിനാൽ പിടിമുറിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ നിന്റെ തിരുരക്തത്താൽ അവരെ കഴുകി വിശുദ്ധീകരിക്കുകയും അവരെ പൂർണ്ണമായി സൗഖ്യപ്പെടുകയും ചെയ്യുമാറാട്ടെ എന്ന് ദാസൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ആശ്രയ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി, എല്ലാ രോഗികൾക്കും വേണ്ടി, ആത്മാബാധിച്ച വ്യക്തികൾക്ക് വേണ്ടിയെല്ലാം പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.